അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. BJ മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. മതിയായ പരിശോധനകൾ നടത്താത്തതിലാണ് അപകടമുണ്ടായതെന്ന് മരിച്ചവരുടെ ബന്ധുക്കൾ 24-നോട് പ്രതികരിച്ചു. तो अगर टेक्निकल इश्यू भी हुआ तो 60 सेकंड के अंदर इंजन कैसे सीज हो जाएगा या जो भी है. 2 इंजन होते हैं, एक इंजन के बाद दूसरा इंजन भी ख़त्म होने के बाद 1 मिनट में फ्लाइट नीचे आ गया. तो अगर इंजन में प्रॉब्लम था तो एयरक्राफ्ट मेंटेनेंस इंजीनियर जो चेक करते हैं फ्लाइट टेक ऑफ के पहले, तो उन्होंने कैसे चेक किया था कि उनको थोड़ा तो मालूम होना चाहिए कि ये फ़्लाइट उड़ने के काबिल नहीं है, कुछ इंजन में प्रॉब्लम है. और वैसे भी एयर इंडिया के जो भी न्यूज़ में देखा कि पास्ट में भी 2-3 अभी ऐसे बनाव बन चुके हैं. तो एयर इंडिया इसके लिए किसको जिम्मेदार, उनके इंजीनियरिंग को या खुद को मानता है? അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും വിഷ്ണു സുരേഷ് തത്സമയം ചേരുകയാണ്. വിഷ്ണു, പറയൂ, ഈ ആശുപത്രിയിൽ കാണുന്ന കാഴ്ചകളെല്ലാം ഹൃദയഭേദകമാണെന്ന് നമുക്കറിയാം. എന്നാലും കൂടുതൽ വിവരങ്ങൾ. ഹൃദയഭേദകത്തിനപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. കാരണം അത്രയേറെ സങ്കടം നിറഞ്ഞ കാഴ്ചകളാണ് വന്ന ഘട്ടം മുതൽ ഇവിടെ നിന്ന് കാണുന്നത്. സ്വന്തം ഉറ്റവരെ തിരിച്ചറിയാൻ പോലും പറ്റാതെ, അത് ആരാണെന്ന് അറിയാൻ പോലും പറ്റാതെയുള്ള ബന്ധുക്കളെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അവരുടെ ഒരു വികാരനിർഭരമായ അല്ലെങ്കിൽ അത്തരം ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവർ എയർ ഇന്ത്യക്കും അതോടൊപ്പം തന്നെ ME-ക്കും എതിരെയൊക്കെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിൽ എത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഒപ്പം ഈ പരിക്കേറ്റ ആളുകൾക്ക് ചെയ്യേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ആശുപത്രിയിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ പോലീസ് മേധാവികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അല്പസമയം മുമ്പാണ് വഡോദര MP ഹേമന്ത് ജോഷി ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത്. പക്ഷേ ആരും ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. എത്ര പേർ പരിക്കേറ്റ ആശുപത്രിയിലുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 45 പേർ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അപ്പോഴും ഔദ്യോഗിക കണക്ക് ഇതുവരെ പുറത്തുവിട്ടില്ല. അത് 2 ദിവസത്തിനകത്തായിരിക്കും ആ കണക്കുകൾ പുറത്തുവിടുക. മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ അടക്കം DNA സാമ്പിളുകളാണ് ശേഖരിച്ചത്. ഇപ്പം നമ്മളോട് പ്രതികരിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകളാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ DNA അടക്കം ശേഖരിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഞായറാഴ്ചയോടുകൂടി ആയിരിക്കും മൃതദേഹങ്ങൾ നൽകുന്നതിന്റെ ആദ്യ നടപടികൾ ആരംഭിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇവിടെ ചികിത്സാ നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. പ്രത്യേകം നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് BJ മെഡിക്കൽ കോളേജ് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വളരെ ദാരുണമായ, ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനാവുന്നത്. പല ആളുകളും ഈ ആശുപത്രിയുടെ വരാന്തയിലും അങ്ങോളം ഇങ്ങോളമൊക്കെ ഇരുന്ന് വലിയ കരച്ചിലാണ്. ഒരുപാട് പ്രതീക്ഷകളുമായൊക്കെ പോയ അവരുടെ ബന്ധുക്കളുടെ ചേതനേറ്റ ശരീരമാണ് അവർക്ക് മുമ്പിലേക്ക് എത്തുന്നത്. അത് തങ്ങളുടെ ബന്ധുവാണോ അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റവരാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലാണ് ഈ ആശുപത്രിയിലുള്ള ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ട് എത്തിയ ആളുകളുടെ ബന്ധുക്കൾ എല്ലാവരും. ഈ മൃതദേഹം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായ നടപടി. ആ നടപടികൾ ഉടൻ ആരംഭിക്കുകയും ചെയ്യും. SK. താങ്ക് യു. വിഷ്ണു സുരേഷാണ് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും തത്സമയം ചേർന്നത്.